എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസിന് മാത്രം വ്യൂസ് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് മാത്രം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്തത്? മറ്റുള്ളവരുടെ വീഡിയോസിന് ഒരുപാട് വ്യൂസ് കിട്ടുന്നത് അവർക്ക് ലക്കുള്ളത് കൊണ്ടും നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് വരാത്തത് നിങ്ങളെ യൂട്യൂബ് ഷാഡോ ബാൻ ചെയ്തതുകൊണ്ടുമല്ല. ഇറ്റ്സ് ദ സോ കോൾഡ് യൂട്യൂബ് അൽഗോരിതം. സോ ഈ വീഡിയോയിൽ 2026 എങ്ങനെയാണ് യൂട്യൂബ് അൽഗോരിതം വർക്കാവുന്നത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. കാരണം ഇതറിയാതെ നിങ്ങൾ ഇനി എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ല. ഈവൻ ആ വീഡിയോസ് എല്ലാം ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആണെങ്കിൽ പോലും ഒരു കാര്യവുമില്ല. സോ വെൽക്കം ബാക്ക് ടു സ്കില്ലിഫൈ മലയാളം. യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിസ്റ്റം അല്ല, ഇറ്റ്സ് ആൻ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം. അതായത് ഒരാൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അയാൾക്ക് എന്ത് വീഡിയോ ആണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് ആണ് തീരുമാനിക്കുന്നത്. മാത്രമല്ല യൂട്യൂബ് ഒരു റാൻഡം വീഡിയോ അല്ല സജസ്റ്റ് ചെയ്യുക, മറിച്ച് ആ വ്യക്തിയുടെ ബിഹേവിയറിന് മാച്ച് ആവുന്ന വീഡിയോസ് ആണ് യൂട്യൂബ് അയാൾക്ക് സജസ്റ്റ് ചെയ്യുക. സോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് യൂട്യൂബ് എങ്ങനെയാണ് വീഡിയോസ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ആ ഒരു സജഷനിൽ നിങ്ങളെ വീഡിയോസ് വരണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1, CTR അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ്. ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കുന്ന, അനലൈസ് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ വീഡിയോ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ CTR പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങളിലാണ്: തംബ്നെയിൽ, ടൈറ്റിൽ, ക്യൂരിയോസിറ്റി. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ യൂട്യൂബ് ഒരു 100 പേർക്ക് സജസ്റ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. ആ 100 പേരിൽ ആരും തന്നെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോ കൂടുതൽ പുഷ് ചെയ്യുന്നത് യൂട്യൂബ് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യും. സോ നിങ്ങളുടെ കണ്ടന്റ് എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പോലും CTR ഇല്ല എങ്കിൽ ഒരു കാര്യവുമില്ല എന്നർത്ഥം. ബിക്കോസ് ഹൈ CTR ഇസ് ഈക്വൽ ടു മോർ ടെസ്റ്റിംഗ് ആൻഡ് മോർ റീച്ച്. സോ ഈ ഒരു ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് നോക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് വാച്ച് ടൈമും റിട്ടൻഷനുമാണ്. ഒരു വീഡിയോക്ക് ഒരുപാട് ക്ലിക്കുകൾ കിട്ടുന്നുണ്ടെന്ന് വെച്ച് ആ വീഡിയോ സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല അണ്ടിൽ ഗുഡ് റിട്ടൻഷൻ ആൻഡ് ഗുഡ് വാച്ച് ടൈം. ഒരു വീഡിയോയിൽ ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് നോക്കുന്നത് ആ വീഡിയോ അയാൾ എത്ര നേരം കാണുന്നുണ്ട് എന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരാൾ ബാക്ക് അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നിനും കൊള്ളാത്തതാണെന്ന് യൂട്യൂബ് തീരുമാനിക്കും. സോ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു 10 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ 5 മിനിറ്റ് റിട്ടൻഷൻ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങളൊരു 3 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരാളത് മുഴുവൻ കാണുകയാണെങ്കിൽ. സോ റിട്ടൻഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് നോക്കുന്ന നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു വ്യൂവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2026 യൂട്യൂബ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് വ്യൂവേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു വീഡിയോക്ക് കിട്ടുന്ന ലൈക്ക്, കമന്റ്, ഷെയർ, അതുപോലെ പുതിയതായിട്ട് വന്നുള്ള ഹൈപ്പ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ആ വീഡിയോ കാണുന്ന ഒരു വ്യക്തി എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നത്. മാത്രമല്ല ആ വ്യൂവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് കാണുന്നുണ്ടോ, ഇതുകൂടി യൂട്യൂബ് നോക്കും. അതായത് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. സോ ഈ വീഡിയോക്കും ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ വീഡിയോസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതിന് യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് തന്നെ നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. ഒരു പുതിയ യൂട്യൂബ് ചാനലിനെ 2026 യൂട്യൂബ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് CTRും റിട്ടൻഷനും നോക്കിയതിന് ശേഷം അത് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അതല്ല റിസൾട്ട് മോശമാണെങ്കിൽ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ചെറുതാണെങ്കിലും ഒരു വീഡിയോ കൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ കംപ്ലീറ്റ്ലി മാറുമെന്ന് പറയുന്നത്. സോ 2026 യൂട്യൂബ് സക്സസ് ആവാൻ അൽഗോരിതത്തെ ബീറ്റ് ചെയ്യാൻ നോക്കാതെ എങ്ങനെ നല്ല ക്ലിക്കബിൾ തംബ്നെയിൽ ഉണ്ടാക്കാം, ഫസ്റ്റ് 30 സെക്കൻഡിൽ തന്നെ ഒരു വ്യൂവറിനെ എങ്ങനെ ഹുക്ക് ചെയ്യാം, ഒരു ക്ലിയർ ഓഡിയൻസിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം, വീഡിയോ എത്രത്തോളം വാല്യുബിൾ ആക്കാം, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. അൽഗോരിതം നിങ്ങളെ പിന്നാലെ വന്നോളും. സോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് 2026 അത് ആക്ച്വലി വെർത്ത് ആയിട്ടുള്ള കാര്യമാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.